യിരെമ്യാവ് 29:7. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ ജനത്തെ ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് അയച്ചു. അവരുടെ പാപം മുഖാന്തരവും അനുസരണക്കേട് മുഖാന്തരവുമാണ് അവർ അങ്ങനെ അയക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. തൻ്റെ സ്വന്തം ജനത്തെ പ്രവാസത്തിലേക്ക് അയച്ചു എങ്കിലും ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അവർ അവിടെ ആയിരിക്കുമ്പോഴും യഹോവയുടെ ദൃഷ്ടി അവരുടെ മേലുണ്ടായിരുന്നു. അവർ എപ്രകാരം ആയിരിക്കണമെന്ന് യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവം നൽകിയ ദൂത് ആണിത്. തങ്ങളെ അടിമകളാക്കി കൊണ്ടുപോയ ശത്രുരാജ്യത്തിൻ്റെ നന്മയും സമാധാനവും ആഗ്രഹിക്കുവാനാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഷ്ടതയുടെ സാഹചര്യത്തിൽ പോലും വെറുപ്പ് വെടിഞ്ഞ് സ്നേഹത്തോടെ ക്ഷമയോടെ പെരുമാറുവാൻ ദൈവം അവരോട് പറയുന്നു. ആ ദേശത്തിൻ്റെ നന്മയ്ക്കായി, ക്ഷേമത്തിനായി, സമാധാനത്തിനായി അവർ പ്രാർത്ഥിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിശ്വാസികൾ പിന്തുടരേണ്ട വലിയ ഒരു നന്മയുടെ മാർഗം ഇവിടെ നാം കാണുന്നു. നാം താമസിക്കുന്ന സ്ഥലം, ജോലിസ്ഥലം, സമൂഹം എന്തു തന്നെയായാലും അവിടെ ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കാത്തതും നമുക്ക് ഇഷ്ടമില്ലാത്തതുമായ പലരും അവിടെ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശം, സമൂഹം അനുഗ്രഹിക്കപ്പെടും. അത് മുഖാന്തരം നമ്മളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. സമാധാനമില്ലാത്ത ഒരു ദേശത്ത് നാം ആണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ദാരിദ്ര്യമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് സമൃദ്ധി ലഭിക്കുമോ? ഇല്ല. അതുകൊണ്ട് ദേശത്തിൻ്റെ നന്മയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 1 തിമോത്തിയോസ് 2:1-2 വാക്യങ്ങളിൽ സകല മനുഷ്യർക്കും വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. നാം ജീവിക്കുന്ന ദേശത്തിലെ സകല ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ അപ്പോസ്തലൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ ദൈവഹിതമനുസരിച്ച് നാം പ്രാർത്ഥിക്കുവാനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലും പ്രതിഫലിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പ്രവാസത്തിൽ ആയിരിക്കുന്ന ജനം തങ്ങളെ അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോയ ദേശത്തിരുന്ന് ആ ദേശത്തിൻ്റെ ജനത്തിനു വേണ്ടിയും ആ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ ദൈവം നാം അത് എത്ര ഉത്തരവാദിത്വത്തോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. മത്തായി 5:44 നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു. ദൈവഹിതപ്രകാരം ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.